അമ്മായി ദോശ നമ്മളൊക്കെ മലപ്പുറത്തിന്റെ സ്പെഷ്യലാണ്. നിങ്ങൾ ഒരുപാട് വട്ടം വലുതാക്കി മതി. ഓട്ട കുറവാണല്ലേ? എടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഇതിനെന്താ പറയാ? ഈ ദോശക്ക് എന്താ പറയാ? സ്ഥലം ഇതിന് 3 പീസിന് 2 റിയാലാണ്. ഒരു ഹോട്ടലിൽ മാത്രമേ റിയാദിൽ 3 റിയാലുള്ളത്. ഒരു 3 പീസിന് 3 റിയാൽ. ഞാൻ ചോദ്യം ചെയ്തു എന്താ 3 പത്തയിലും മലാസിലും റൗദയിലൊക്കെ 2 റിയാൽ. ഇതെന്താ 3 3 റിയാൽ എന്ന് വെച്ചു. ഇല്ല കുറക്കാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് 3 9 ദോശ വരെ. ഇപ്പൊ 12 ദോശ കഴിച്ചേ അല്ലേ? ഇപ്പൊ എത്ര കഴിച്ചു? 14 12 9. എന്തിനാണ് ക്യാമറ മുമ്പിൽ സത്യം പറഞ്ഞാൽ അതിലേക്ക് നല്ല മുളകരിച്ച മാന്തളോ മത്തി കറി ഉണ്ടെങ്കിൽ ആ വരെ നമ്മ ഉണ്ടാക്കും. ആ സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ചീദോശ എന്ന് പറയുന്നത് നീർദോശ, അമ്മായി ദോശ. പക്ഷെ ഇതെല്ലാ ഹോട്ടലിലും ഇല്ലത്. ഇതെല്ലാ ഹോട്ടലിലും അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നത് മലപ്പുറം സ്പെഷ്യലാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ദോശയാണിത്. ഞാനിത് ഇന്നലെ കഴിച്ചു. ഞാനിത് 6 ഇതിപ്പോൾ 9 കഴിച്ചത്. ഇപ്പം ആകെ 4 സെറ്റ് എടുത്തു. അതിൽ 9 ഞാൻ വളരെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ ഏതൊരു ഹോട്ടലിൽ പോകുകയാണെങ്കിൽ ചോദിക്കുക ദോശ ഉണ്ടോ, നീർദോശ ഉണ്ടോ, അമ്മായി ദോശ ഉണ്ടോ? അതുണ്ടെങ്കിലല്ലോ ഇങ്ങനെ ഒരു മീൻകറി മീൻകറി അതിൽ കൂടെ ഒരു ഓംലേറ്റ് കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചായ. അത് നോമ്പിനെ വരവേൽക്കാനുള്ള ശ്രമത്തിലാണ് ഈ സുഹൃത്ത്. എന്നോട് പറയണം നിങ്ങൾ നാളെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഇന്ന് തന്നെ കഴിക്കണം. അപ്പോൾ അമ്മായി ദോശ അതിൻ്റെ പ്രത്യേകതകളുണ്ട്. എന്തായാലും റാഹത്തായി മനസ്സും വയറും നിറഞ്ഞ് എന്തായാലും പഠിച്ചോൻ ഇനിയും ഇതുപോലെ നീർദോശ തിന്നാൻ എല്ലാവർക്കും ദീർഘായുസ്സ്. എൻ്റെ മാമി ഞാറുണ്ടാകും.